വാഷിംഗ്ടണിലെ അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ വധശ്രമത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ വിരുന്നിനിടെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് അക്രമി അകത്തേക്ക് കുതിക്കുന്നതും തുടർന്നുള്ള വെടിവെപ്പും അടങ്ങുന്ന വീഡിയോ ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. ഒരാഘോഷരാവ് എങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ചോരക്കളമായി മാറിയെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് നേരിട്ടതെന്നും ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ പ്രധാന സുരക്ഷാ കവാടങ്ങളിൽ ഒന്നിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പുറത്തു വന്ന ദൃശ്യങ്ങൾ പ്രകാരം അതീവ ജാഗ്രത നിലനിൽക്കുന്ന ചെക്ക് പോസ്റ്റിലേക്ക് അക്രമി അതിവേഗം ഓടിക്കയറുന്നത് കാണാം. ആദ്യത്തെ സുരക്ഷാ ലെയറുകൾ മറികടന്ന് അക്രമി മുന്നോട്ട് കുതിച്ചതോടെ ഉദ്യോഗസ്ഥർ നിമിഷങ്ങൾക്കകം തോക്കുകൾ പുറത്തെടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഏപ്രിൽ 25 രാത്രി 8:36 ഈ ഭീകരമായ സംഭവം നടന്നതെന്ന് വീഡിയോയിലെ സമയരേഖ വ്യക്തമാക്കുന്നുണ്ട്. അക്രമി തുരുതുരെ വെടിയുതിർത്തതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രത്യാക്രമണം നടത്തി. ഇതിനിടയിൽ ഒരു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റെങ്കിലും അദ്ദേഹം ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ജീവൻ രക്ഷാ കവചമായി മാറി. ബാൾറൂമിനുള്ളിൽ ചടങ്ങുകൾ ആസ്വദിച്ചിരുന്ന അതിഥികൾ പുറത്തെ ബഹളവും വെടിയൊച്ചകളും കേട്ടതോടെ പരിഭ്രാന്തിയിലായി. ആഘോഷത്തിന്റെ ആവേശം നിമിഷങ്ങൾക്കുള്ളിൽ മരണഭയത്തിന് വഴിമാറി. ആയിരക്കണക്കിന് പ്രമുഖർ പങ്കെടുത്ത ഹാളിനുള്ളിൽ ആളുകൾ ജീവരക്ഷാർത്ഥം മേശകൾക്ക് താഴെ അഭയം തേടി. പലരും കസേരകളും ഭക്ഷണവും ഉപേക്ഷിച്ച് ചിതറിയോടി. വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം അക്രമി അതീവ ആസൂത്രിതമായാണ് എത്തിയതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സാധാരണ നിലയിൽ അതീവ പരിശോധനകൾക്ക് ശേഷമേ ആർക്കും ഈ മേഖലയിലേക്ക് കടക്കാൻ കഴിയാറുള്ളൂ. എന്നാൽ എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഇയാൾ എങ്ങനെ അകത്തെത്തിയെന്നത് സീക്രട്ട് സർവീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യമാണ്. ട്രംപും സംഘവും ആ സമയം വേദിയിൽ പ്രസംഗിക്കാനോ ഭക്ഷണം കഴിക്കാനോ തയ്യാറെടുക്കുകയായിരുന്നു. പുറത്തെ ശബ്ദം കേട്ടയുടനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചുറ്റും ഒത്തുകൂടുകയും മനുഷ്യ കവചം തീർക്കുകയും ചെയ്തു. അദ്ദേഹത്തെയും കുടുംബത്തെയും സുരക്ഷിതമായി മാറ്റിയെന്ന് ഉറപ്പാക്കുന്നതുവരെ ഉദ്യോഗസ്ഥർ തോക്കുകളുമായി കവാടങ്ങളിൽ കാവൽ നിന്നു. അക്രമി കൊല്ലപ്പെട്ടതോടെയാണ് അല്പമെങ്കിലും ആശ്വാസമായത്. എന്നാൽ ഇയാൾ ആരെന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇയാൾക്ക് പിന്നിൽ ഏതെങ്കിലും സംഘടനകളുണ്ടോ എന്ന് കണ്ടെത്താൻ FBI പ്രത്യേക സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഹോട്ടലിന് പുറത്തെ ദൃശ്യങ്ങൾ ഇതിലും ഭയാനകമായിരുന്നു. സൈറൻ മുഴക്കി കുതിച്ചെത്തുന്ന പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളും വാഷിംഗ്ടൺ നഗരത്തെ സ്തംഭിപ്പിച്ചു. ഏപ്രിൽ 25 ആ കറുത്ത രാത്രി അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. കൊല്ലപ്പെട്ട അക്രമി വന്ന വഴിയും ഇയാൾക്ക് അകത്തേക്ക് കടക്കാൻ സഹായിച്ച സാഹചര്യങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾക്കൊപ്പം ട്രംപ് പുറത്തുവിട്ട വീഡിയോയും അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു പിഴവ് പോലും വലിയൊരു രാഷ്ട്രീയ ദുരന്തത്തിന് കാരണമാകുകയായിരുന്നു. പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഡ്യൂട്ടിക്കിടയിൽ അദ്ദേഹം കാണിച്ച ധീരതയെ പ്രസിഡന്റും മറ്റുദ്യോഗസ്ഥരും പ്രശംസിച്ചു. ഈ വധശ്രമം രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ ആവശ്യപ്പെട്ടു. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടർമാർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെ ഭീകരത വിവരിക്കുന്നുണ്ട്. ബാൾറൂമിനുള്ളിലെ നിശബ്ദതയും പിന്നീട് ഉയർന്ന നിലവിളിയും തങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. സംഭവത്തിന് ശേഷം വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ താൽക്കാലികമായി അടച്ചു. അവിടെ ഉണ്ടായിരുന്ന അതിഥികളെ എല്ലാവരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ മണിക്കൂറുകൾ എടുത്തു. ഓരോ വ്യക്തിയെയും പരിശോധിച്ച ശേഷമാണ് പുറത്തുവിട്ടത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അക്രമത്തിന് പിന്നിൽ വിദേശ കൈകളുണ്ടോ എന്ന കാര്യവും തള്ളിക്കളയാനാവില്ല. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങൾ അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നുണ്ടോ എന്ന് സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ട്രംപ് പുറത്തുവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. ഇത് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സഹതാപ തരംഗമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഹോട്ടലിലെ സുരക്ഷാ പരിശോധനകളിൽ ഉപയോഗിച്ച മെറ്റൽ ഡിറ്റക്ടറുകൾ പ്രവർത്തിച്ചിരുന്നോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അക്രമി ആയുധവുമായി എങ്ങനെ ഇത്രയും ദൂരം ഓടി എന്നതിന് കൃത്യമായി ഉത്തരം വേണം. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ഈ അക്രമം മാധ്യമ പ്രവർത്തകർക്കും കടുത്ത വെല്ലുവിളിയാണ്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് നേരെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിന് തടസ്സമാകും. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു.
ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച അക്രമിക്ക് മാനസികമായ തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടും. മുൻകാലങ്ങളിൽ ഇത്തരം അക്രമം നടത്തിയവരുടെ പശ്ചാത്തലവുമായി ഇതിനെ താരതമ്യം ചെയ്യും. വാഷിംഗ്ടണിലെ ഈ സംഭവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളെയും ബാധിക്കും. ഇനി നടക്കാൻ പോകുന്ന വലിയ പരിപാടികളിൽ ആളുകളുടെ പങ്കാളിത്തം നിയന്ത്രിക്കാൻ പോലീസ് നിർബന്ധിതരാകും. സീക്രട്ട് സർവീസ് മേധാവികൾ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടു. സുരക്ഷാ പിഴവുകൾ ആവർത്തിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. അക്രമിയുടെ ഫോൺ രേഖകളും ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയും പരിശോധിക്കുന്നതിലൂടെ ഇയാൾ എപ്പോഴാണ് ഈ പദ്ധതി തുടങ്ങിയതെന്ന് മനസ്സിലാക്കാം. ഹോട്ടലിലെ വിരുന്നിനെ കുറിച്ച് ഇയാൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം ട്രംപിന്റെ കുടുംബാംഗങ്ങളുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. മെലാനിയ ട്രംപും മക്കളും ഇപ്പോൾ അതീവ സുരക്ഷയിലാണ്. രാഷ്ട്രീയ നേതാക്കളെ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും മുൻകൂട്ടി തടയാൻ സംവിധാനങ്ങൾ ഒരുക്കും. ഏപ്രിൽ 25 രാത്രി 8:36 ആ വെടിയൊച്ചകൾ ഇന്നും അമേരിക്കൻ ജനതയുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ജനാധിപത്യം എത്രത്തോളം ദുർബലമാണെന്നും അതിനെ സംരക്ഷിക്കാൻ എത്രത്തോളം ജാഗ്രത വേണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ട്രംപ് പുറത്തുവിട്ട ഈ വീഡിയോ വെറുമൊരു ദൃശ്യമല്ല, മറിച്ച് അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വലിയ തെളിവാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ആഭ്യന്തര രാഷ്ട്രീയവും കൂട്ടിമുട്ടുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. വാഷിംഗ്ടൺ വിരുന്നിലെ ആ ചോരക്കറകൾ മായാൻ കാലമേറെ വേണ്ടിവരും.